Hello dear students, welcome to Phoenix Technos. Polytechnical lecturer Kerala PSC exam relate ചെയ്ത syllabus oriented ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: In the circuit below, what is the output voltage if a silicon transistor Q and an ideal operation amplifier are used? ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ട് ഓപ്പറേഷൻ ആംപ്ലിഫയർ ബേസ്ഡ് ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ആണ്. ആ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷനിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഒരു ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. 4 ഡിഫറെന്റ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 0.7 പ്ലസ് ഓർ മൈനസ് ആൻഡ് പ്ലസ് ഓർ മൈനസ് 15 വോൾട്ടേജ്. ഓക്കെ, ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ തന്നിരിക്കുന്ന ഓപ്പറേഷൻ ആംപ്ലിഫയർ ഒരു ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണ്. അതിന്റെ കൂടെ അവിടുത്തെ ഫീഡ്ബാക്ക് മെക്കാനിസം എന്താണ്? ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. ഇവിടെ പോസിറ്റീവ് ടെർമിനലിൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് ദ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഈസ് ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. Therefore, if the positive terminal is at the ground potential ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ നെഗറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്തായിട്ട് മാറും? ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. Therefore, നമുക്ക് പറയാം ആ പർട്ടിക്കുലർ ടെർമിനലിന്റെ വോൾട്ടേജ്, ഈ ലോഡ് വോൾട്ടേജ് എന്തായിരിക്കും? ഈ ലോഡ് വോൾട്ടേജ് 0 വോൾട്ട് ആയിരിക്കും. ഓക്കെ, Therefore, നമുക്ക് പറയാം ഓൾമോസ്റ്റ് ഓൾ ദ കറന്റ്സ് ഫ്രം ദ സോഴ്സ് ഏത് വഴി ഫ്ലോ ചെയ്യും? ത്രൂ ദ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഫ്ലോ ചെയ്യും. കാരണം ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണെങ്കിൽ the input impedance എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. Therefore, the current flowing towards the input terminal എന്തായിരിക്കും? 0 ആംപിയർ ആയിരിക്കും. Therefore, നമുക്ക് പറയാം ഈ നോഡില് മീറ്റ് ചെയ്യുന്ന കറണ്ട്, the current from the source എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ഔട്ട്പുട്ടിലോട്ട് ഫ്ലോ ചെയ്യും. Therefore, ഔട്ട്പുട്ടിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഞാൻ I എടുത്താൽ what is the magnitude of the current? I become 5 volt minus the current starting from the higher potential. Therefore, the current meeting at this node എന്തായിരിക്കും? 5 minus 0 volt divided by 1 kilo ohm ആയിരിക്കും, which is equal to എന്തായിരിക്കും? 5 milli ampere ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്ക്, ഈ 5 milli ampere ആക്ച്വലി എന്താണ്? കമ്പയർഡ് ടു അല്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്താണ് the 5 milli ampere become the collector current of the transistor. ഓക്കെ, ഇഫ് ദ ട്രാൻസിസ്റ്റർ ബേസ് ഈസ് ഗ്രൗണ്ടഡ് ആണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ദ ബേസ് വോൾട്ടേജ് ബിക്കം 0 ആണ്. Therefore, ബേസ് കറണ്ട് എന്തായിരിക്കും? വെരി വെരി സ്മോൾ ആയിരിക്കും. Therefore, the collector current become approximately equal to എന്തായിരിക്കും? The emitter current ആയിരിക്കും. Therefore, നമുക്ക് പറയാം ഈ സർക്യൂട്ടില് the value of the collector current എന്തായിരിക്കും? 5 milli ampere തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ബേസ് ടെർമിനൽ ഗ്രൗണ്ടഡ് ആണ്. Therefore, the base voltage എന്തായിരിക്കും? 0 ആയിരിക്കും. ബേസ് വോൾട്ടേജ് 0 ആണ്. അതുപോലെ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ആണ് ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ്. Therefore, ആ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ഷോർട്ട് ചെയ്തിട്ട് കളക്ടറിൽ കൊടുത്താൽ കറസ്പോണ്ടിങ് കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും. Therefore, നമുക്ക് പറയാം കളക്ടർ ടു ബേസ് വോൾട്ടേജ് ഈക്വൽ ടു 0 വോൾട്ട് ആണ്. Therefore, ഔട്ട്പുട്ടിൽ എന്തില്ല? there is no forward bias. ഔട്ട്പുട്ടിൽ ഫോർവേഡ് ബയസ് ഇല്ല, പക്ഷെ നമുക്ക് എന്ത് കിട്ടി? ഒരു നോൺ സീറോ കളക്ടർ കറണ്ട് കിട്ടി. Therefore, ഒരു നോൺ സീറോ കളക്ടർ കറണ്ട് ഔട്ട്പുട്ടിൽ കിട്ടണമെങ്കിൽ ഔട്ട്പുട്ട് റിവേഴ്സ് ബയസ് ആണെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കണം? ഔട്ട്പുട്ട് കറണ്ട് ഹൈ ആകണമെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കണം? ഫോർവേഡ് ബയസ് ആയിരിക്കണം. Therefore, the base to emitter terminal എന്തായിരിക്കണം? 0.7 ആയിരിക്കണം. മിനിമം വോൾട്ടേജ് 0.7 ആയിരിക്കണം. അല്ലെങ്കിൽ ബേസ് ടു എമിറ്റർ ടെർമിനൽ എന്തായിരിക്കണം? ഫോർവേഡ് ബയസ് ആയിരിക്കണം. Therefore, നമുക്ക് പറയാം to make a collector current of 5 milli ampere even though the output voltage becomes 0, the input voltage എന്തായിരിക്കണം? To make the transistor forward bias, the input voltage, the minimum value become എന്തായിരിക്കണം? 0.7 volt ആയിരിക്കണം. ഓക്കെ, Therefore, നമുക്ക് പറയാം കറസ്പോണ്ടിങ് ബേസ് വോൾട്ടേജ് മൈനസ് എമിറ്റർ വോൾട്ടേജ് ഈക്വൽ ടു എന്തായിരിക്കണം? 0.7 ആയിരിക്കണം. ഇവിടെ ഓൾറെഡി ബേസ് ടെർമിനൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. Therefore, നമുക്ക് പറയാം 0 മൈനസ് എമിറ്റർ വോൾട്ടേജ്. ഇവിടെ നോക്ക്, എമിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് മെഷർ ചെയ്തിരിക്കുന്നത്. Therefore, നമുക്ക് പറയാം 0 മൈനസ് ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബിക്കം 0.7 ആയിരിക്കും. Therefore, the output of the operation amplifier become minus 0.7 ആയിരിക്കും. Therefore, ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഫ്രം ദ ഓപ്ഷൻ ലാസ്റ്റ് 2 ഓപ്ഷൻസ് എന്താണ്? പ്ലസ് ആൻഡ് മൈനസ് 15 വോൾട്ട് ആണ്. പ്ലസ് ആൻഡ് മൈനസ് 15 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇഫ് ദ ഓപ്പറേഷൻ ആംപ്ലിഫയർ അണ്ടർഗോസ് സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷനിൽ പോകണമെങ്കിൽ ഈ സർക്യൂട്ടിലെ ഫീഡ്ബാക്ക് എന്തായിരിക്കണം?
പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം. ദെർഫോർ ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി എന്തായിരിക്കും? എനിവേ റോങ് ആയിരിക്കും. അതിന്റെ കൂടെ നമ്മൾ നോക്കിയാൽ കളക്ടർ കറണ്ട് 5 മില്ലി ആംപിയർ ആണ് കിട്ടിയത്. ദെർഫോർ ഇൻപുട്ട് സൈഡ് ഫോർവേഡ് ബയാസ് ആയിരിക്കണം. ഇഫ് ദ ബേസ് ടെർമിനൽ 0 വോൾട്ട് ആണെങ്കിൽ ദ കറസ്പോണ്ടിങ് ഡയോഡ് അറ്റ് ദ ഇൻപുട്ട് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആകണമെങ്കിൽ എമിറ്റർ വോൾട്ടേജ് ലെസ് ദാൻ ബേസ് വോൾട്ടേജ് ആയിരിക്കണം. ദെർഫോർ 0ക്കാളും ലെസ് ദാൻ ആണെങ്കിൽ അതെന്തായിരിക്കണം? നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കണം. ഫ്രം ദ ഓപ്ഷൻ എ ആൻഡ് ബി അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് നെഗറ്റീവ് വോൾട്ടേജ്. ദെർഫോർ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാം ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു എന്തായിരിക്കും? നെഗറ്റീവ് ഓഫ് 0.7 ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ ഈ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും.